ദിവസവും പ്രതിപക്ഷം പ്രതിഷേധം ഒഴിവാക്കി സഹകരിക്കും സഭാ നടപടികൾ? കാരണം നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഇലക്ടറൽ ഫോംസ് ചർച്ച ചെയ്യുക, സഭയിൽ ചർച്ച ചെയ്യുന്നുള്ളത്. അത് കഴിഞ്ഞ മൺസൂൺ സെഷൻ, മഴക്കാല സമ്മേളനം പൂർണ്ണമായി സ്തംഭിച്ചത് ആ ഒറ്റ കാരണത്തിലാണ്. അന്ന് ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട് ചർച്ചയ്ക്കെതിരായിട്ടുള്ള നിലപാടാണ്. പക്ഷേ ഇന്ന് ഗവൺമെൻറ് അതിനനുകൂലമായിട്ട് വന്നു. ഇന്നലെയും ഇന്നും സഭ സ്തംഭിച്ച സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് ഈ ഇലക്ട്രൽ ഫോംസിൻ ചർച്ച ചെയ്യണമെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം അംഗീകരിക്കേണ്ടി വന്നു. ഈ SIR-ന്റെ മുമ്പ് ഈ വന്ദേ മാതരം ചർച്ച ചെയ്യുമെന്നൊരു വാശി സർക്കാരിനുണ്ടായിരുന്നതായിട്ട് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും? അല്ലല്ല, അതിപ്പം ഞങ്ങൾക്ക് അടുത്ത ആഴ്ച ചർച്ച ഇതിന് തെരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തണമെന്നുള്ളത് അടുത്ത ആഴ്ച ഏതെങ്കിലും ദിവസമെന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഇന്ന ദിവസം വേണമെന്ന് പറഞ്ഞില്ല. പക്ഷേ അവർ ഇന്ന് അല്ലെങ്കിൽ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നാളെ വന്ദേ മാതരത്തിൻ്റെ ചർച്ച നടത്തണമെന്നാണ് കേന്ദ്രമന്ത്രിമാർ യോഗത്തിൽ ആവശ്യം. പക്ഷേ ഞങ്ങൾ പറഞ്ഞു നാളെയും മറ്റന്നാളും നടക്കത്തില്ല, ഞങ്ങൾക്കതിന് സമയം വേണം. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ഡിബേറ്റ് ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഈ പ്രതിപക്ഷത്ത് പ്രസംഗിക്കുന്നവർക്ക് കാര്യമായി റെഫർ ചെയ്യാനുള്ള സമയം വേണം. ധൃതി പിടിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. തിങ്കളാഴ്ച വന്ദേ മാതരത്തിൻ്റെ ചർച്ച നടക്കും. ചൊവ്വയും ബുധനും ഇലക്ട്രൽ ഫോംസിൽ ചർച്ച നടക്കും. യഥാർത്ഥ പീയൂഷ് ഗോയലും കിരൺ റിജിജുവും പറഞ്ഞത് നാളെ തന്നെ ഈ ചർച്ച, അതായത് വന്ദേ മാതരത്തിൻ്റെ ചർച്ച നടക്കണം എന്നാണ് പറഞ്ഞത്. അതിന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അസൗകര്യമുണ്ട്, നാളെ ചർച്ച നടത്താൻ പറ്റില്ല, അടുത്ത ആഴ്ച ഏത് ദിവസം ഏതായാലും തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തിങ്കളാഴ്ച തീരുമാനിച്ചത്. തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ചൊവ്വയും ബുധനും SIR ഉൾപ്പെടുന്ന ഇലക്ട്രൽ ഫോംസിൽ ചർച്ച നടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി വന്നിരിക്കുകയാണ്. വീണ്ടും പരാതി വരുന്നത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയല്ലേ? തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഞാൻ അറിഞ്ഞില്ല. ഞാനിപ്പോൾ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു, പാർലമെൻറ്റിലായിരുന്നു. സ്പീക്കർ വിളിച്ചു ചേർത്ത ലോക്സഭയുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്. വന്നതിന് ശേഷമാണ് നിങ്ങളെ കാണുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ അറിവില്ല. അത് ഞാൻ സോണിയാഗാന്ധിക്കും മല്ലികാർജുന ഖർഗെക്കും ഈ പുതിയ ബലാത്സംഗ പരാതി അയച്ച പെൺകുട്ടി ഈ പരാതി ഉന്നയിച്ചത് അത് നിങ്ങൾ മെയിൽ അയച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ പറയുന്നത് മെയിൽ KPCC അധ്യക്ഷൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതാണ് കേരളത്തിൽ നടന്നത്. നിങ്ങൾ പറയുന്നതല്ലേ? അല്ല, ഇത് നടന്നിരിക്കുന്നത്. ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. KPCC അധ്യക്ഷൻ അത് സ്ഥിരീകരിച്ച് പൈസ തന്നിട്ടുണ്ട്. പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇള വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇല്ല, ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിനെല്ലാം പ്രതികരിച്ചിട്ടുള്ള ആളാണ്. നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞാണ്. ഇന്നിപ്പോൾ ഞാൻ BSc മീറ്റിംഗ് കഴിഞ്ഞ് പുറത്ത് വന്നതേ ഉള്ളൂ. വന്നപ്പോഴാണ് നിങ്ങളിൽ നിന്നാണ് അറിയുന്നത്. പക്ഷേ എനിക്ക് അതിനെ സംബന്ധിച്ച് വിശദാംശങ്ങൾ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നാളെ തിരുവനന്തപുരത്തും അതുപോലെ കൊല്ലത്തും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ മാധ്യമങ്ങളിൽ ദിവസമായിട്ട് ഒരു MLA ഒളിവിൽ പോയിരിക്കുകയാണ്. അത് ശരിയാണോ? ഇത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ നാളെ അതിനെക്കുറിച്ച് പ്രതികരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മനസ്സിലാക്കി നാളെ പ്രതികരിക്കാം. നാളെ ഞാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ അവിടെ എന്നെ കാണുമല്ലോ. അപ്പോൾ ഞാൻ അവിടെ വന്ന് പറഞ്ഞോളാം. ഇത് നിങ്ങൾ ഏത് ചോദ്യങ്ങൾക്കും മറുപടി പറയുന്ന ഒരാളാണ് ഞാൻ ഒരു ചോദ്യത്തിന് വിളിച്ചു കൊടുത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ BSc മീറ്റിംഗ് കഴിഞ്ഞ് വന്നു. നിങ്ങളെ ഈ വിവരങ്ങളൊക്കെ അറിയിക്കണമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. അത് കാര്യങ്ങളെല്ലാം വിശദമായി നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ BSc മീറ്റിങ്ങിലെ തീരുമാനങ്ങൾ അറിയിച്ചു. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി നാളെ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പറയാം. അത് ഇപ്പോഴുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് നാളെ ഞാൻ പറയാം. മറുപടി നാളെ പറയാം. ഇത് ഡൽഹിയിൽ തന്നെ മറുപടി പറയണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മറുപടി പറയേണ്ടത് കേരളത്തിലാണ്. നാളെ ഞാനത് മറുപടി പറയും. നാളെ മാധ്യമങ്ങളെ കാണും, മറുപടി പറയും. ഇന്നിപ്പോൾ നമ്മൾ പാർലമെന്റുമായി പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യം അവസാനിച്ചിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നു. SIR-മായി ബന്ധപ്പെട്ട വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ് ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത്. അതിൽ നിൽക്കുമ്പോൾ മറ്റു ചോദ്യങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ലല്ല, അവർ വന്ദേ മാതരം നാളെ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. നാളെ ചർച്ച ചെയ്യണം വന്ദേ മാതരം എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് പറ്റില്ല, ഞങ്ങൾക്കത് സമയം വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ്
ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ടാണ് അവർ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയത്. അല്ലെങ്കിൽ നാളെ ചർച്ചയ്ക്ക് എടുക്കാൻ അവർ ഇരുന്നതാണ്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം സ്പീക്കർ അംഗീകരിച്ചു. ഇത് വന്ദേമാതരവുമായി ബന്ധപ്പെട്ട ഡിബേറ്റിൽ അത് പഠിക്കാനും അത് നന്നായി അത് അവതരിപ്പിക്കാനും പ്രതിപക്ഷത്തിന് ആവശ്യമായ സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ സ്പീക്കർ അത് അഗ്രി ചെയ്തു. അനുസരിച്ച് മന്ത്രിമാരോട് അത് BSc പങ്കെടുത്ത മന്ത്രിമാരോട് പ്രതിപക്ഷം പറഞ്ഞ കാര്യത്തോട് യോജിക്കണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി മന്ത്രിമാർ ബന്ധപ്പെട്ടു. പ്രധാനമന്ത്രി തിങ്കളാഴ്ച അവൈലബിൾ ആണ്. അതുകൊണ്ട് അന്ന് ചർച്ച നടത്തുന്നതിന് പ്രധാനമന്ത്രിക്ക് സൗകര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് സമ്മതിച്ചു. അതറിയില്ല, നമുക്ക് പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ അറിയത്തില്ലല്ലോ. പക്ഷേ ഇന്നത്തെ BSc മീറ്റിങ്ങിൽ കേന്ദ്രമന്ത്രിമാർ പറഞ്ഞത്, കിരൺ റിജിജുവും പീയൂഷ് ഗോയലും പറഞ്ഞത്, വന്ദേമാതരത്തിൻ്റെ 150 വാർഷികവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഡിബേറ്റിൽ പ്രധാനമന്ത്രിയായിരിക്കും ആദ്യം പ്രസംഗിക്കുമെന്ന് അവർ അറിയിക്കുകയുണ്ടായി.